നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മനാഫ് എന്ന പേരിന്റെ അർത്ഥം ഉയർത്തപ്പെട്ടവൻ എന്നാകുന്നു എന്ന അർത്ഥം അനിർവചനീയമാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ. അർജുന്റെ കുടുംബവും മനാഫും തമ്മിലുള്ള തർക്കങ്ങൾ വാക്പോരിലേക്കും അതോടൊപ്പം തന്നെ മാധ്യമ വിചാരണയിലേക്കും എത്തിപ്പെടുന്ന അവസ്ഥയിൽ മനാഫ് തന്നെ മുൻകൈയെടുത്ത് അർജുന്റെ കുടുംബത്തെ എത്തുകയും തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ എന്ന കാർമേഘം മാറ്റാൻ അദ്ദേഹം തന്നെ മുൻകൈയെടുക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്രയും നന്മയുള്ള ആൾക്കാർ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് മനാഫ് എന്ന എളിയവനായ ലോറി ഉടമ. ലോറി ഉടമകളെയും ബസ് ഉടമകളെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തോ മുതലാളിമാരാണ്, ഇവരൊക്കെ അഹങ്കാരം പിടിച്ചവന്മാരാണെന്നൊരു മുൻധാരണ എല്ലായ്പ്പോഴും സാധാരണക്കാരായ മനുഷ്യരിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ആ മുൻധാരണകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് മലയാളികളുടെ നെഞ്ചിലെ നന്മമരമായി തന്നെ വളർന്നു പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനാഫ്. അർജുൻ എന്ന പേര്, അർജുൻ എന്ന ലോറി ഡ്രൈവറുടെ പേര് എങ്ങനെയാണോ മലയാളികൾ ഹൃദയത്തിലേറ്റിയത്, ഒരുപക്ഷെ അതിനേക്കാളും ഒരുപടി ഉയരത്തിൽ തന്നെ മനാഫിനെ ഇന്ന് മലയാളികൾ നെഞ്ചോട് ചേർക്കുന്നു. അത് വേറൊന്നുമല്ല, കാരണം അദ്ദേഹത്തിന്റെ ഫ്ലക്സ് ഒട്ടിച്ച് അദ്ദേഹം പരസ്യം ചെയ്തതോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയതോ അതല്ല അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത വാചക കസർത്തോ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തി. അതാണ് സത്യമെന്നും വിജയിക്കുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മനാഫ് എന്ന വ്യക്തിയുടെ വിജയം. അത് അദ്ദേഹത്തിന്റെ എളിമയിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ്. PR വർക്കിലൂടെയോ പരസ്യ ഏജൻസികളിലൂടെയോ യൂട്യൂബിലൂടെയോ ചാനലുകളിലൂടെ അദ്ദേഹം നേടിയെടുത്തതല്ല. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ നന്മ കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനല്ലാതെ ഒരിക്കലും തന്നെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഒരു ഫാമിലിയോട് വീട്ടിൽ ചെന്ന് അവരെ എന്താണോ അവർക്കുണ്ടായ തെറ്റിദ്ധാരണകൾ അതെല്ലാം പറഞ്ഞു മാറ്റി തന്നെ പറഞ്ഞതിന്റെ പേരിൽ യൂട്യൂബ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ പിന്നെയും കൂടിയ ഒരു ഫാമിലിയാണ് അർജുന്റേത്. അർജുനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അർജുൻ എന്ന വ്യക്തിയുടെ പേരിൽ ആൾക്കാർ സഹതാപം പുറപ്പെടുവിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് മനാഫിനെതിരെ അവർ പത്രസമ്മേളനം നടത്തിയ മൊമെന്റ് മുതൽ യൂട്യൂബ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ, സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ഫാമിലിയിലേക്ക് അർജുന്റെ കുടുംബവും അർജുന്റെ കുടുംബാംഗങ്ങളും കൂപ്പുകുത്തിയപ്പോൾ അതൊരിക്കലും പാടില്ല എന്ന ദൃഢനിശ്ചയത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെത്തുകയും തനിക്ക് അർജുനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് തികച്ചും സത്യസന്ധമായ ഒന്നാണെന്നും അദ്ദേഹം മാധ്യമങ്ങളിൽ പറഞ്ഞതുപോലെ അർജുൻ എന്ന വ്യക്തി തന്റെ അനിയനാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന കാര്യങ്ങൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു മനാഫിന്റെ കൂടപ്പിറപ്പിന്റെയും അർജുന്റെ വീട്ടിലേക്കുള്ള വരവ്. കാരണം അദ്ദേഹം മനാഫിന്റെ എതിരായിട്ട് നിന്ന അർജുന്റെ കുടുംബം, അതായത് മനാഫ് മൂലം തങ്ങൾക്ക് ഒരുപാട് മാധ്യമ വിചാരണ നേരിടേണ്ടി വരികയും അല്ലെങ്കിൽ ഒരുപാട് സൈബർ ബുള്ളിങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന്, പണം പിരിവ് നടത്താൻ ശ്രമിക്കുന്നുവെന്നോ ഒക്കെയുള്ള അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറുചെവിയിലൂടെ കളഞ്ഞ് തന്റെ ഹൃദയത്തിന്റെ നൈർമല്യം നിലനിർത്തിക്കൊണ്ട് വിദ്വേഷം ഒരല്പം പോലും ഇല്ലാതെ, മതവെറി ഒരല്പം പോലും ഇല്ലാതെ, ഇമേജ് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയും, അതായത് തന്റെ ഇമേജിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാവുക, തന്റെ ഇമേജ് പോകരുതെന്ന ചിന്ത, അതൊന്നുമില്ലാതെ തികച്ചും നന്മയുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാനലിലൂടെ നേരിട്ട് കണ്ടില്ലെങ്കിലും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ മലയാളികൾക്ക് കാണിച്ചു കൊടുക്കാൻ മനാഫിന് സാധിച്ചത്. ഒരുപക്ഷെ മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് കാണാൻ ആഗ്രഹിക്കുകയും കണ്ടാൽ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനാഫ്. കാരണം എല്ലാവർക്കും ഇതുപോലൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലൊരു ബ്രദർ, ഒരു ബ്രോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ പലരും ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ. സ്വാർത്ഥത ഒട്ടുമില്ലാതെ, ലാഭേച്ഛയില്ലാതെ തന്റെ കുടുംബത്തെയും കുട്ടികളെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ മറന്ന് തന്റെ ലോറിയെയും തന്റെ ബിസിനസിനെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഡ്രൈവർ, വെറും ഒരു ഡ്രൈവർ എന്ന് വേണമെങ്കിൽ നമുക്ക് അർജുനെ പറയാം. മനാഫിന് അങ്ങനെ ചിന്തിക്കാമായിരുന്നു. എന്തുകൊണ്ട് മനാഫ് അത് ചിന്തിച്ചില്ല? മനാഫിന് അത് ഇൻഷുറൻസ് കിട്ടില്ലായിരുന്നു? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടും. അദ്ദേഹം നിയമത്താൽ അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഇതുപോലുള്ള ഒരു ലോറി അദ്ദേഹം നിരത്തിലിറക്കത്തിലുണ്ടാവുക അല്ലെ. അതെല്ലാം അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം 71 ദിവസം പട്ടിണി കിടന്നും അല്ലെങ്കിൽ കിട്ടിയ ഭക്ഷണം കഴിച്ചും ആ ശിരൂരിൽ കഴിഞ്ഞു കൂടി എന്തിനാണെന്ന് ചോദിച്ചാൽ അത് മനാഫിന് മാത്രമേ അറിയുകയുള്ളൂ. മനാഫിന്റെ മാത്രം നന്മയുടെ ഉത്തരമാണത്. എന്റെ കൂടപ്പിറപ്പാണ്, കൂടെ പിറന്നവരല്ല എപ്പോഴും കൂടപ്പിറപ്പായിട്ട് കൊണ്ടു നടക്കേണ്ടി വരുന്നതെന്ന് പറയുന്ന ആ ഒരു സത്യം ഉണ്ടല്ലോ, നന്മയുള്ള മനുഷ്യർ പറഞ്ഞിരുന്ന സത്യം, അതാണ് മനാഫ് അവിടെ തെളിയിച്ചത്. അത് തന്നെ സത്യം പറഞ്ഞാൽ അർജുന്റെ കുടുംബവും അർജുന്റെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മുന്നിട്ട് നിന്ന അർജുന്റെ അളിയനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മനാഫ് പറഞ്ഞ വാചകങ്ങളാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്.
ജിതിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും എന്റെ കൂടപ്പുറപ്പ് തന്നെയാണ്, ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. അദ്ദേഹത്തെ സംഘി എന്നൊക്കെ വിളിച്ച് നാട്ടുകാർ കളിയാക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സംഘിവേഷമൊന്നും ഇവർക്ക് കൊടുക്കരുത്, ഇതൊരിക്കലും ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഒരു മതത്തിലേക്കോ കൊണ്ട് ചെല്ലരുത് ഒരു അപേക്ഷയായിരുന്നു മനാഫ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ നമ്മൾ എല്ലാവർക്കും മാതൃകയാക്കേണ്ട വ്യക്തിത്വം തന്നെയാണ് മനാഫ് എന്ന് അദ്ദേഹം ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അന്നും ഈ അർജുന്റെ കുടുംബം മനാഫിനെ തകർത്ത് കളയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യം ഏറ്റവും അധികം ഡൗൺ ആക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ അർജുനെ കാണാതായി അല്ലെങ്കിൽ അർജുൻ നഷ്ടപ്പെട്ടു എന്ന ആ ഒരു സത്യം വേദനിപ്പിക്കുന്ന സത്യമാണ്. അതിനേക്കാൾ കൂടുതൽ വേദനയായിരിക്കാം ചിലപ്പോൾ അർജുന്റെ കുടുംബം മനാഫിനെ തള്ളി പറഞ്ഞ ആ ഒരു മൊമെന്റിൽ ഉണ്ടായിരിക്കുക. ആ വേദന കടിച്ചമർത്തിക്കൊണ്ടും അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ മനാഫ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും വലിഞ്ഞേറി ചെല്ലില്ല, എനിക്ക് ഒരിക്കലും അർജുന്റെ കുടുംബത്തോട് ഒരു ദേഷ്യവും വിദ്വേഷവും വെച്ച് പുലർത്താനാവില്ല, അവരിനി എന്നെ എത്ര തള്ളി പറഞ്ഞാലും ഞാൻ അവരോടൊപ്പം തന്നെ നിൽക്കും, ഒരിക്കലും എനിക്ക് തിരിച്ച് അർജുന്റെ കുടുംബത്തെ ഒന്നും പറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ വാക്കുകളിൽ നിന്നുകൊണ്ട് മനാഫിനോടുള്ള സ്നേഹം 10 മടങ്ങായിട്ട് മലയാളികൾ കൊടുക്കുമായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന് യൂട്യൂബിലുണ്ടായ സബ്സ്ക്രൈബേഴ്സ്. ഒരു ചീത്ത പോലും മനാഫിനെതിരെ സാധാരണ ജനങ്ങൾ പറഞ്ഞിട്ടില്ല. മനാഫിന്റെ സ്റ്റോറി വെച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും പ്രമുഖ, ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല, പ്രത്യേകിച്ചും പ്രമുഖ യൂട്യൂബറൊക്കെ, ബിഗ് ബോസിൽ നിന്ന് വന്ന പ്രമുഖ യൂട്യൂബറൊക്കെ, തൊപ്പിക്കാരൻ യൂട്യൂബറൊക്കെ, തൊപ്പി എന്ന യൂട്യൂബറിനല്ല, തൊപ്പി വെച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന യൂട്യൂബേഴ്സ് ഒക്കെ അദ്ദേഹത്തെ വെച്ച് മുതലെടുപ്പ് നടത്തിയതായിട്ട് പലയിടത്തും കാണുകയുണ്ടായി. നമ്മളൊരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അല്ലെ. അതല്ലാതെ അർജുന്റെ കുടുംബത്തോട് ഒന്ന് പറയുക, മനാഫിനോട് ചെന്ന് വേറൊരു പറയുക, അല്ലെങ്കിൽ മനാഫിനെ കുറിച്ച് ഒന്ന് യൂട്യൂബിൽ പറയുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുക, അർജുന്റെ കുടുംബത്തോടും അർജുന്റെ കുടുംബാംഗങ്ങളോടും വേറൊന്ന് പറയുക, അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് ചേർന്ന ഒരു പരിപാടിയല്ല. അങ്ങനെയുള്ള ചില വെടല പരിപാടികളൊക്കെ കാണിച്ച് അരിമേടിച്ച ആൾക്കാരും ഇതിനിടയിൽ കാണാനുണ്ട്. അതായത് സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വില കളയുന്ന ചിലരെയും നമുക്ക് ഈ മനാഫ് വിഷയത്തിൽ അവരും അതിനിടയിലൂടെ കുറച്ച് അരി വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കുറെ പോട്ടെ, അവരുടെ വയറ്റിപ്പിഴപ്പെന്ന് കരുതി നമുക്ക് സമൂഹത്തിന് അങ്ങ് ക്ഷമിക്കാം. മനാഫിന് ക്ഷമിക്കാമെങ്കിൽ പിന്നെ നമ്മൾ സമൂഹത്തിന് ക്ഷമിച്ചാൽ എന്ത് എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ. എന്നാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വൈകാരികതയെ ശരിക്കും മുതലെടുത്തത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അത് സത്യം തന്നെയാണ്. കാരണം പല രീതിയിലാണ് ഈ വാർത്തകൾ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പലയിടത്തും മതത്തിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ കാര്യങ്ങൾ വലിച്ചിടാൻ നോക്കി. പക്ഷേ അവിടെയെല്ലാം മനാഫ് എന്ന നന്മ അതിനെയൊക്കെ തച്ചുടച്ചു വാർത്തു, അതിന്റെ മേളിൽ കയറി നിന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം അർജുന്റെ ഫാമിലി നടത്തിയ ആരോപണങ്ങൾക്കെതിരെ മനാഫ് നടത്തിയ പ്രതികരണമാണ് ശരിക്കും എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞത്. അദ്ദേഹം ഒരു അണുവിട പോലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ നന്മയിൽ നിന്ന് പിന്മാറിയില്ല. അദ്ദേഹം ഒരിടത്തും പ്രകോപിതനായില്ല. ഇത്രയൊക്കെ ക്ഷമയുള്ള ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരു സാധാരണ മനുഷ്യൻ, അതായത് അദ്ദേഹത്തിന് എന്താ പറയുക, ലൈം ലൈറ്റിന്റെ ഒന്നും സപ്പോർട്ടില്ല, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ അല്ല. അദ്ദേഹം മനാഫ് പറയുന്ന പോലെ തന്നെ അദ്ദേഹം സാധാരണക്കാരനായ ഒരു ലോറി ഉടമ മാത്രമാണ്. അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഇത് സാധിക്കും എന്നതിന്റെ ഒരു അറിവാണ്, ഒരു വെളിച്ചമാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിന് കൈമാറിയത്. ഇതെല്ലാവരും, പ്രത്യേകിച്ചും നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾ ഇതൊക്കെ ഒരു പാഠമാക്കണം. അത്രയ്ക്കും മനോഹരമായ ഒരു കഥ തന്നെയാണ് മനാഫ് എന്ന വ്യക്തിത്വം. അതുപോലുള്ള മനുഷ്യർ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി.